നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസാരത്തിൽ എപ്പോഴും നമ്മൾ വളരെ വ്യത്യസ്തരായ ആളുകളെയാണ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തനായ ഒരാളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു മേഖലയിലുള്ള ആളെയല്ല, കാരണം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എന്നാണ് പറയേണ്ടത്. സാമ്പത്തിക ഉപദേഷ്ടാവാണ് അദ്ദേഹം. യുണൈറ്റഡ് നേഷൻസിൻ്റെ, അതായത് ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും മറ്റും പല രാജ്യങ്ങളുടെയും പ്രതിനിധിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പല പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളിലൊക്കെ പുനർനിർമ്മാണത്തിന് വേണ്ട ഫിനാൻഷ്യൽ അഡ്വൈസ്, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ എക്സിക്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഫിനാൻഷ്യൽ ഒരു ബാക്കപ്പ് കൊടുക്കുന്ന കാര്യങ്ങളിലെല്ലാം സഹായിക്കുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഒരിക്കലെങ്കിലും പോയാൽ, പലരും യാത്ര ചെയ്യുന്ന പലരും ഒരിക്കലെങ്കിലും പോയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളും ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവായ കിം ജോങ് ഉല്ലിന്റെ നോർത്ത് കൊറിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രോസ്പെറസ് രാജ്യമായിരുന്ന, പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും നാശോന്മുഖമായിട്ട് നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഇപ്പോഴും മനുഷ്യരെ തിന്നുന്ന ആദിവാസികൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പാപ്പുവ ന്യൂഗിനിയുണ്ട്. ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ദീർഘകാലം ജീവിച്ച ആളാണ് ഡോക്ടർ കെ എം ജോർജ് എന്നുള്ളതാണ്. അദ്ദേഹം മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഈ പറഞ്ഞ പോലെ എക്കണോമിക്സിലൊക്കെ ബിരുദമൊക്കെ എടുത്ത ശേഷം അതിൽ ഡോക്ടറേറ്റ് എടുക്കുകയും ഇന്ത്യയിലെ പല ബാങ്കുകളിലും ജോലി ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം ഈ പല രാജ്യങ്ങളുടെയും പുനരുദ്ധാരണത്തിലൊക്കെ സഹായിയായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി വളരെ ചുരുക്കത്തിൽ പറയാവുന്നത്. അപ്പൊ ഡോക്ടറിന്റെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ദയാനന്ദൻ സാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഞാൻ ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബൈജു ചില്ലറക്കാരനല്ല ആള്, അമേരിക്കൻ പ്രസിഡന്റ് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്, അത്രയധികം പ്രാധാന്യമുണ്ട് ഡോക്ടർക്ക് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു സാർ. നമസ്കാരം. 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 അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണെന്ന് എനിക്കറിയാം ഡോക്ടറിന്റെ ഈ ഒരു ഔദ്യോഗിക ജീവിതത്തിന്റെ കാര്യത്തിൽ. എങ്കിലും ഇപ്പൊ എന്നെ പോലുള്ള യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം ആഗ്രഹമാണ് ഈ നോർത്ത് കൊറിയ പോകാന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഒരു 1,00,000 രൂപയോളം ഒരു ട്രാവൽ ഏജൻസിയിൽ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഏത് കാലത്ത് നോർത്ത് കൊറിയ ഓപ്പൺ ആയാലും ആദ്യത്തെ ബാച്ചിൽ ഞാനൊരു ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഡോക്ടർ വളരെ കാലം അവിടെ ജീവിച്ചു എന്നുള്ളത്. തന്നെയല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സാധാരണ ടൂറിസ്റ്റ് പോകുന്ന പോലെയല്ല, ഡോക്ടർ അവിടെ പോയത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ അല്ലെ പ്രതിനിധിയായിട്ടായിരുന്നു. അല്ല, ഞാൻ പോയത് ഇഫാഡ്, ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനാണ്. അപ്പൊ അതില് അവരുടെ ഒരു റിവ്യൂ മിഷൻ മെമ്പറായിട്ട് പോയത്. അവരൊട്ടേറെ ഫണ്ട്സ് കൊടുത്തു. ഒരു കാലത്ത് ഭയങ്കരമായ ഒരു ഫാമിൻ വന്നു, ഡിവാസ്റ്റേറ്റിംഗ് ഫാമിൻ. ഡ്രൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ഡ്രൗട്ട്. അതുകൊണ്ട് അവിടെ ഈവനെ ബ്ലേഡ് ഓഫ് ഗ്രാസ് വാസ് നോട്ട് ഡെയർ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ് ഈ ഷീപ്പ് റെയറിങ്, ഈ ആടിനെ വളർത്തുക. മുഴുവൻ നശിച്ചു പോയി. ആൾക്കാർ പട്ടിണി ഒത്തിരി മരിച്ചു. അവിടെ 1,000 10,000 ഒന്നുമല്ല, ഈവൻ മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈഡ് ബിക്കോസ് ഓഫ് സ്റ്റാർവേഷൻ. പട്ടിണി മരണം ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഇഫാഡ് ഒരു 30 മില്യൺ അമേരിക്കൻ ഡോളർ കൊടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ അദ്ദേഹം സമ്മതിക്കും? അപ്പം അത്ര സഹായമൊക്കെ സ്വീകരിക്കുമല്ലേ? ഇല്ല, പട്ടിണി കിടക്കുമ്പോൾ മരിക്കാൻ പോകുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ പിടിക്കാൻ കഴിക്കും. പക്ഷെ അവൻ ബുദ്ധിമാന്മാരാണ്. ഈ കിട്ടിയ കാശ് അവര് ട്രൗട്ട്, ഈ ഫാമുണ്ട്, ഈ ഫിഷാണ് ട്രൗട്ട് ഇത് റെയർ ചെയ്തിട്ട് അവർ വെളിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ശരി. അപ്പോൾ ബുദ്ധിപൂർവമായിട്ട് അത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഞങ്ങൾ പോയത്, അതിൻ്റെ ഇവാലുവേഷനാണ് പോയത്, യൂട്ടിലൈസേഷൻ ഓഫ് ദി എൻഡ് യൂസ് ഓഫ് ദി ക്രെഡിറ്റ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് നോർത്ത് കൊറിയയിലേക്കാണ് ഈ അസൈൻമെന്റ് എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു വീട്ടുകാരുടെയും വൈഫിന്റെ ഒക്കെ പ്രതികരണം? അല്ല, വൈഫ് പറഞ്ഞു അവിടെ പോകാൻ പറ്റിയ സ്ഥലമാണോ, തിരിച്ചു വരാൻ പറ്റുമോ നോക്കാം, നോ റിസ്ക് എടുക്കാണ്ട്. പക്ഷേ നോർത്ത് കൊറിയ, എൻ്റെ ബൈജു, നമ്മൾ ആയിരക്കണക്കിന് ഡോളർ കൊടുത്താലും പോകാൻ പറ്റുന്ന സ്ഥലമല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. വലിയ തമാശായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഗോ സ്ട്രേറ്റ് ടു ഡൽഹി UNDP, യുവർ ടിക്കറ്റ് വിൽ ബി ദെയർ. അപ്പോൾ ഞാൻ അവിടെ ഡൽഹി ചെന്നു, UNDP ഓഫീസിൽ അവിടെ ജ്യോതി റോഡിൽ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ PRO കണ്ടു, റെപ്രസെൻറ്റേറ്റീവിൻ്റെ. സോ യു ആർ സോ ആൻഡ് സോ. ഞാൻ പറഞ്ഞു, യെസ്, യുവർ ടിക്കറ്റ് ഈസ് ഹിയർ. ഞാൻ പറഞ്ഞു, എവിടെ വരെയുണ്ട്? തായ്ലൻഡ് വരെയുള്ളൂ. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ചൈനയ്ക്കുള്ള അവിടെ കിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അവരെന്നെ ബുക്ക് ചെയ്തിരുന്നു. ഒരാൾ വന്നു, ആർ യു സോ ആൻഡ് സോ? യെസ്. ID നമ്പർ കൊടുത്തു, ടിക്കറ്റ് തന്നു. പിറ്റേ ദിവസം അവിടെ നിന്ന് ഈ ചൈനയിൽ നിന്ന് പോകുന്നത് നോർത്ത് കൊറിയയിലേക്കാണ്. ഒരു വലിയ എയർപോർട്ടിൻ്റെ അടിയിലൊരു ബേസ്മെൻറ്റിൽ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്കും എൻ്റെ മനസ്സ് ഇടിഞ്ഞു. ഇവരുടെ ഫ്ലൈറ്റ് നിർത്തിയിരിക്കുന്നത് അല്ലേ? അതെ. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് കാരിയർ കണ്ടപ്പോഴത്തേക്കും, ഇതിലും പേര് നമ്മുടെ KSRTC ട്രാൻസ്പോർട്ട് ബസ്സുകളാണെന്ന് തോന്നി. അതിനകത്ത് പോയി
ഇവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അധികം ആൾക്കാരില്ല, ഒരു 10-50 പേരേ ഉള്ളൂ. അപ്പം എന്നെ റിസീവ് ചെയ്യാൻ ആൾ വരുമെന്ന് പറഞ്ഞു. അതിനുമ്പ് തമാശ ഉണ്ടായി, ഞാൻ ചൈന ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പം എൻ്റെ ടിക്കറ്റ് വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ഒരാളവിടെ വന്നിട്ട് പറഞ്ഞു, ആർ യു സോ ആൻഡ് സോ, ഇംഗ്ലീഷിൽ. യെസ്. ഞാൻ പറഞ്ഞു യെസ് പ്ലീസ്. അപ്പോൾ ഞാൻ UNDP എന്നാണ്, ചൈന, ബെയ്ജിങ്. ടിക്കറ്റൊക്കെ തന്നു. പിറ്റേ ദിവസം പോയി ആ ഫ്ലൈറ്റ് കയറി അവിടെ ഇറങ്ങി. എവിടെ? പ്യോങ്യാങ്. എല്ലാവരും പോയി. എൻ്റെ സൂട്ട് കേസും ബ്രീഫ് കേസും ഞാൻ നിൽക്കുകയാണ്. അപ്പം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പോയാലും സാറ് ഒറ്റയ്ക്കാണ് പോയത്? അതെ, മറ്റവരൊക്കെ പരസ്യം വരുന്നതാണ്. ഓസ്ട്രേലിയൻ സായിപ്പുണ്ട്, ഡെറിക്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പോയി കഴിഞ്ഞു. അറൈവലിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ എയർപോർട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ പൊതുവെ ജനം? കുറച്ച് ആൾക്കാർ മാത്രം. എനിക്ക് തോന്നുന്നത് 1-2 ഫ്ലൈറ്റ് അവിടെ ആകെ വരുന്നുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അതും ചൈനയിൽ നിന്ന് മാത്രം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ആരുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 2 പേര് വന്നു. ഒരാൾ ചോദിച്ചു, ആർ യു ബൈ എനി ചാൻസ് ഡോക്ടർ ജോർജ് ഫ്രം അമേരിക്ക? ഞാൻ പറഞ്ഞു, ബൈ ഓൾ ചാൻസ് മൈ നെയിം ഈസ് ജോർജ്, ബട്ട് നോട്ട് ഫ്രം അമേരിക്ക, ഐ ആം ഫ്രം ഇന്ത്യ. ആർ യു ഇന്ത്യൻ ജോർജ്? ഞാൻ പറഞ്ഞു, യെസ്, ഐ എം വെരി മച്ച് ഇന്ത്യൻ ജോർജ് ഫ്രം കേരള. What if you thought you're American George? I'm sorry. നമ്മളെ കണ്ടങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ. ഞാൻ പറഞ്ഞു, അപ്പോൾ മറ്റേ ഒരുത്തൻ ഡിവാഷിയാണ്, മറ്റേ അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ ഓർ സംതിങ്. ഇവർ സംസാരിച്ചു. ഓക്കെ, വി ഗോ നൗ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. ഒരു പരിചയപ്പെടുത്തി. ഒരു അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയാണ്, കാറാണ്. പോകുന്ന വഴിക്ക് വലിയ ദ മോസ്റ്റ് റിവേർഡ് ലീഡർ, ഗ്രേറ്റ് ലീഡർ, വലിയ ഫോട്ടോ. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ ഗ്രേറ്റ് മാൻ, ഡു യു നോ ഹിം? Of course, who doesn't know him, particularly from Kerala, India? You are a communist. ഞാൻ പറഞ്ഞു, I'm not exactly, but a sort of. അതിനിടയ്ക്ക് വാക്കി ടോക്കിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ആദ്യമായിട്ട് ഈ പുള്ളിനെ നമ്മൾ ഹോട്ടലിലേക്കല്ല കൊണ്ടുപോകുന്നത്, മുസോളിയോ ഉണ്ട്, ഗ്രേറ്റ് ലീഡറിൻ്റെ, അത് കണ്ടിട്ടേ പോകാൻ പറ്റൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോഴേ ഞങ്ങളൊരു ഗാർലൻഡ്, ഒരു ബുക്ക് തരും, പോലെ സാധനം തരും, റീത്ത് പോലെ സംഗതി, അതങ്ങ് വെച്ചാൽ മതി, വേറെ ഒന്നും പ്രണാമം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ കണ്ടോളാം. അതായത് കിം ജോങ് ഉല്ലിന്റെ അച്ഛനാണ് കിടക്കുന്നത് ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ. അച്ഛനെ അപ്പം അങ്ങനെ മുസോളിക്ക് വെച്ചിട്ടില്ല. ഐ മെറ്റ് ഹിം അലൈവ്. ഓ, അന്ന് ഉണ്ട് പുള്ളി, ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് വർഷമായിരുന്നു? 2003. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെന്നു. ആദരപൂർവ്വം ഞാനത് വെച്ചു. ഞാൻ ഈ ജാപ്പനീസ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് തല വണങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും they were so impressed. എന്നെ ഒരു 5 സ്റ്റാറിലേക്ക് അവരങ്ങ് അപ്ഗ്രേഡ് ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ യുനെപ്പിൻ്റെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഇന്ത്യക്കാരനുണ്ട്, തമിഴിനുണ്ട്. അയാളെ കണ്ടു. അപ്പോൾ പൊതുവെ നോക്കി അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യക്കാരനുണ്ട്, ഒരു ബംഗ്ലാദേശി ഞങ്ങളുടെ ടീമിലുള്ള ഒരാളുണ്ട്. അയാൾ വന്നു. ഒരു സായിപ്പും വന്നു, ഓസ്ട്രേലിയക്കാരൻ. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്തു, എങ്ങനെ പോകണം. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഇവിടുന്ന് തൊടുപുഴയ്ക്കാന്ന് വിചാരിക്കുന്നത്തെ യാത്ര, ഇടയ്ക്കാണ് കോലഞ്ചേരി വരുന്നത്. തൊടുപുഴ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആൾക്കാരെ കണ്ടു, കൃഷിക്കാരെ കാണുന്നു, സ്ഥലമൊക്കെ കണ്ടു. മടക്കം വരുമ്പോൾ വീണ്ടും കോലഞ്ചേരി വഴിക്കാണ് പോരുന്നത്. നാളെ അവർ പറയും നമുക്ക് കോലഞ്ചേരിക്ക് പോകണം. ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് പോയ വഴി ചെയ്യാമായിരുന്നു. നോ, പാർട്ടി ഹാസ് നോട്ട് ഡിസൈഡഡ്, യു ഷുഡ് ബി വിസിറ്റിംഗ് ടുഡേ. അവിടെ എല്ലാം സെറ്റാക്കി വെക്കണം, റിഹേഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. തമാശ അതല്ല, പോകുന്ന വഴിക്ക് പാലങ്ങൾ ഈ അപ്രോച്ചോട് ഇല്ലാതെ ഈ ത്രിശൂങ്കിൽ നിൽക്കുന്ന പാലങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയൻ ഇവർ വിട്ടുപോയ സമയമുണ്ടല്ലോ, സോവിയറ്റ് യൂണിയൻ തകർന്നു, കാശില്ലാതെ. ആ സമയത്തുള്ള ഈ അപ്രോച്ചോടില്ലാതെ വായുവിൽ, എയറിൽ സസ്പെൻഷനിൽ നിൽക്കുന്ന പാലങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഹാസ് ഹാപ്പൻഡ്? അതെ, വി ഹാവ് ഡിസൈഡഡ് നോട്ട് ടു കണ്ടിന്യൂ. ഞാൻ പറഞ്ഞു, വൈ? It's infrastructure development. No, not that. Our government has got different priorities. ഉദാഹരണത്തിന് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു ടാപ്പ് സ്ഥിരമായിട്ട് ഇങ്ങനെ വാട്ടർ ലീക്കാണ്. ഞാൻ പറഞ്ഞു, കമോൺ ഡോക്ടർ, വാട്ടർ ഇസ് വേസ്റ്റഡ്. We have got plenty of water here. We don't care for this. കാരണം മെക്കാനിക്കൽ സർവീസസ്, ഈ നമ്മുടെ പ്ലംബിംഗ് ആൾക്കാർ വളരെ കുറവാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എല്ലാ മുക്കിലും മൂലയിലും, ഇപ്പോൾ ഇത് വൈറ്റിലെയാന്ന് വിചാരിക്കുക, കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൈക്കൂടമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ തൃപ്പൂണിത്തുറയുണ്ട്. അവിടെ എല്ലാം രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ടുള്ള ഈ ഫുൾ ഡ്രസ്ഡ് റിഹേഴ്സലുണ്ട്. ഇത് പട്ടാളക്കാരുടെ
അത് വലിയ കാര്യമായ സംഗതികളാണ്. അത് ഈ ഭരണകർത്താക്കൾ നമ്മൾ പ്രകീർത്തിക്കുന്ന ഇത് മംഗളഗാനങ്ങൾ ഇതെല്ലാമാണ്. അതാണ് ഏറ്റവും വലിയ ദേശീയ ഉത്ഗ്രഥനം നടക്കുന്നത്. കൃത്യമായിട്ടുണ്ട്. മഴയത്താണെങ്കിലും മഞ്ഞത്താണെങ്കിലും വെയിലത്തുണ്ടാവും. ആൻഡ് അനദർ തിങ്, കമ്മിങ് ബാക്ക് ടു ദിസ് വാട്ട് ഇൻട്രസ്റ്റിംഗ്, ഞാൻ വിചാരിച്ചു ഈ നോർത്ത് കൊറിയയിലെ ആൾക്കാരും ചിരിക്കില്ല എന്ന് വിചാരിച്ചു. എനിക്ക് അത്ഭുതമായി പോയി. ഞങ്ങൾ പോകുന്ന ഈ കൊടുത്ത കാശ് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായെന്ന് അറിയണ്ടേ. അവിടെ അന്ന് കിച്ചൺ ഗാർഡൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പംകിൻ, മത്തങ്ങ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ചിരക്ക നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, ക്യാപ്സിക്കം, ടൊമാറ്റോ ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ചോദിക്കും, ദിവാഷി പറഞ്ഞിട്ടോ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇതുപോലെ നിങ്ങൾ കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഞങ്ങൾക്ക് വീക്കിലി മാർക്കറ്റുണ്ട്. വീക്കിലി മാർക്കറ്റുണ്ട്, അതാരും കൊണ്ടുപോകും? ഞങ്ങൾ കൊണ്ടുപോകും. അത് എവിടെയത്? അപ്പോൾ ദിവാഷി പറയും, സർ ഐ വിൽ ടേക്ക് യു ദെയർ വൺ ഡേ. ഞാൻ പോരുന്ന വരെയുള്ള സമയത്ത് ഞാൻ എല്ലാ ദിവസവും ചോദിക്കും, നെക്സ്റ്റ് വീക്ക്. ഞാൻ പോരുന്ന ദിവസം ചോദിച്ചാൽ, ഓ വി ആർ സോറി, വി ഡിഡ്ന്റ് ടേക്ക് യു. ഇനി വരുമ്പോൾ കാണിക്കും. അതെ, പക്ഷെ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് വീക്കിലി മാർക്കറ്റ് ഉണ്ടോ ഇല്ല. പക്ഷെ ഓൾ സെഡ് ആൻഡ് ഡൺ അവർ സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആൾക്കാരാണ്. ആണോ? ഭാഷ എങ്ങനെ, എന്തെങ്കിലും തരത്തിൽ ഇംഗ്ലീഷ് പറയുന്നവരുണ്ടോ? ഇല്ല, ഇംഗ്ലീഷ് പറയുന്ന ആരും തന്നെ ആ ചെല്ലുന്ന ആൾക്കാർ, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ബെനിഫിഷ്യറീസ് ഓഫ് ദ പ്രോഗ്രാം ഇല്ല. പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ചിലരുണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർ. ഇപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് ഇവർ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അല്ല, നമ്മൾ ശരീരഭാഷ കൊണ്ട് ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കണം. അല്ലാത്ത അവർ പറയുന്ന മുഴുവൻ ഇങ്ങനെ സത്യമായിരിക്കണ്ട. ഉദാഹരണത്തിന്, ഞങ്ങൾ ഒരു ദിവസം പോകുന്ന വഴിക്ക് കണ്ടമാനം നായ്ക്കളെ കണ്ടു. പിറ്റേ ദിവസം വഴി പോകുമ്പോഴത്തേക്ക് ഒരു നായം കണ്ടില്ല. ഞാൻ ചോദിച്ചു, വാട്ട് ഹാസ് ഹാപ്പൻഡ്? ഓ, ദാറ്റ് ഈസ് എ സീക്രട്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ അത്യാവശ്യമായിട്ട് ആൾക്കാർ ഗ്രാമപ്രദേശത്ത് കൊന്ന് ഭക്ഷണം കഴിക്കുക പതിവുണ്ട്. സോ ദാറ്റ് ഈസ് ദ തിങ്. തന്നെ നായ വളർത്തിയിട്ട് നമ്മളിവിടെ ആടിനെ വളർത്തിയിട്ട് അല്ലെങ്കിൽ കോഴിയെ വളർത്തിയിട്ട് കഴിക്കുന്ന പോലെ ഉണ്ട്. ഭംഗിയാണ്. അപ്പോൾ സാർ അവിടെ തന്നെ ഫുഡ് എങ്ങനെയായിരുന്നു? അവരുടെ ഹോട്ടലിൽ, താമസ ഹോട്ടലിൽ നിന്നാണോ അധികം കഴിച്ചത്? എല്ലാം തന്നെ അവിടെ തന്നെ, അധികമല്ല എല്ലാം തന്നെ. എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് അവർ കഴിക്കുന്നത്? ചൈനീസ് ഫുഡുമായിട്ട് സാമ്യമുണ്ടോ? ചൈനീസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഉണക്കമീനുണ്ടാവും സമൃദ്ധമായിട്ട്, അത് ചുട്ട മീനുണ്ടാവും, പിന്നെ വറുത്തതില്ല. അതുപോലെ പിന്നെ ഈ മസാല പോലെ ചമ്മന്തി പോലെ ഉണ്ടാക്കുന്നുണ്ട്, ബ്രെഡുണ്ട്, ചോറുണ്ട്. ചോറ് സമൃദ്ധമായിട്ട് കിട്ടും. അത് ഒരു സമയത്ത് ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ചെറിയ ഈ മണ്ണ് ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന ഒരു വാരം പോലെ കണ്ടു. അപ്പം അതിൻ്റെ മുകളിൽ ഈ ഓമയ്ക്ക കപ്പളമില്ലേ, കപ്പളത്തിൻ്റെ ദാറ്റ് ഈസ് പോപ്പോയുടെ ഒരു തണ്ട് കുഴിച്ചിട്ട് മുകളിലേക്ക് ഒരു പൈപ്പ് പോലെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഇത് ഞങ്ങളുടെ ഈയിടെ മരിച്ചുപോയ ഒരാളാണ്, ശവസംസ്കാരം ചെയ്തതാണ്. അതിലേക്ക് കുറച്ച് ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം വെച്ച് മദ്യം ഒഴിച്ചു കൊടുക്കും. ഡെഡ് ബോഡിക്കോ? നോ, ഞങ്ങളുടെ ആത്മാക്കളെ ഈ മദ്യം കഴിച്ച് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. ചോദിച്ചു, അത് ഇവിടെ വിശ്വാസമുണ്ടോ? അത് ഇത് സർക്കാർ പറയുന്ന വിശ്വാസമല്ല, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. സർക്കാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സർക്കാർ പറയുന്നത് നിരീശ്വരവാദികളാകാനാണോ? അല്ല, സർക്കാർ അങ്ങനെ പറയുന്നില്ല. പക്ഷേ അവിടെ ഓർഗനൈസ്ഡ് റിലീജിയൻ ഇല്ല, ചർച്ചില്ല, ടെമ്പിളില്ല, പിന്നെ ചൈനീസ് ബുദ്ധിസം ഒന്നുമില്ല. അപ്പോൾ എന്താണ്, എന്തിനാ അവർ ആരാധിക്കുന്നത്? അവരെന്തിനോ ആരാധിക്കുന്നു, അറിയാത്ത എന്തിനാ, ഏതൊരു വിശ്വാസം. അത് മാത്രമേ ഉള്ളൂ. ആൾക്കാരൊക്കെ ആരോഗ്യവാന്മാരൊക്കെയാണോ? റീസണബിളി, നമ്മുടെ മലയാളികളെ പോലെ തന്നെ റീസണബിളി ആവറേജ് ബിൽറ്റാണ്. ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു എക്സ്റേ ഒക്കെ എൻ്റെ അടുത്ത് കൊണ്ട് തന്നു. അവരെ വിചാരിച്ചു ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്കവരെ നിരാശപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. ഞാൻ നോക്കി, നമുക്ക് അത്യാവശ്യം കോമൺ സെൻസ് കണ്ട് അറിയാമല്ലോ എക്സ്റേ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഓ L3, L4, L5 സ്പൈൻ പ്രോബ്ലം ഉണ്ടല്ലേ. അപ്പോൾ മറ്റേ എൻ്റെ കൂടെ ഡോക്ടർ പറയുമ്പോൾ, യു നോ ഇറ്റ് വെരി വെൽ, ഫോഴ്സ് ഹു ഡസൻ നോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മരുന്ന് കഴിക്കുന്നത്? അവരെന്താ മരുന്നൊക്കെ കാണിച്ചു. മരുന്നിനെ പറ്റി എനിക്കൊന്നും അറിയില്ല, സത്യം പറഞ്ഞത്. ഞാനത് കൺഫ്യൂസ് ചെയ്തുമില്ല, എനിക്കറിയില്ല എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. ഈ മരുന്നിൽ ഒരു സംഗതി ഉണ്ട്, പ്ലാസിബോ ഇഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ കപ്പപ്പൊടിയാണെങ്കിലും റാഗിയുടെ പൊടിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും പൊടി ഒരു ഗുളിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ചുമന്ന ഗുളിയ രാവിലെ കഴിക്കണം, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം കേട്ടോ. ഈ നീല ഗുളിയ അത്താഴം കഴിഞ്ഞിട്ട് കഴിക്കാവുള്ളൂ, രണ്ടും മിക്സ് ചെയ്യരുത്. പിന്നെ ഈ മഞ്ഞ ഗുളിക ഉണ്ടല്ലോ, അത് ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം. അത് ഭക്ഷണത്തിന് മുമ്പ് 15 മിനിറ്റ് മുമ്പ് കഴിക്കണം. വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. എല്ലാ പ്രാവശ്യവും ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് നിങ്ങൾ 1 ലിറ്റർ വെള്ളമെങ്കിലും ഇല്ലെങ്കിലും 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം.
ബേസിക്കലി വാട്ടർ തെറാപ്പിയും ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നത്. സൈക്കോളജിക്കൽ എഫക്റ്റും വരും മരുന്ന് കഴിക്കും. പ്ലാസിബോ ഇഫക്റ്റ്. അപ്പോൾ ആൾക്കാർ വളരെ ഹാപ്പി. അപ്പം അവർ പറഞ്ഞു, ചോദിച്ചു ഞാൻ രക്ഷപ്പെടുമോ, ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമോ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പൾസ് ഒന്ന് നോക്കിയോട്ടെ. വ്യാജ ഡോക്ടറായിരുന്നു അവിടെ വെച്ചത്. ഇല്ലില്ല, ഇത് പ്ലാസ്റ്റിക് ഇഫക്റ്റിൽ ഡോക്ടറാണ്, ഞാൻ പ്രകൃതി പോലും അല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പൾസ് ശരിയാണ്, വലിയ ബുദ്ധിമുട്ട് ഞാൻ കാണുന്നില്ല, പക്ഷേ വളരെ വളരെ അനീമിക്കാണ് ശരിയും. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ ഈ രോഗിയാണെങ്കിൽ അവരൊരു കല്ലാലിരിക്കുന്നത്, വലിയ ഫർണിച്ചറൊന്നുമില്ല, നമ്മൾ വീട്ടിനകത്തല്ല, പുറത്ത് കയറി ചെല്ലുന്ന മുറ്റത്ത് തന്നെ ഈ പച്ചക്കറിയുടെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഇരുന്നിട്ട് അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസായിട്ട് ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഗ്രാമപ്രദേശത്തിൽ നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ യു പിയിലോ ആന്ധ്രയിലോ കാണുന്ന ആൾക്കാരുടെ ശരിയായിട്ടുള്ള ഒരു റെപ്ലിക്ക തന്നെ അവരുടെ പ്രതികരണങ്ങൾ. ബയോഫിലിക് ഡിസൈൻ കേന്ദ്രീകരിച്ച് നിർമ്മിച്ചിരിക്കുന്ന മേബൽ റെസിഡൻസിനും പ്രകൃതിക്കുമിടയിൽ ഒരു പോസിറ്റീവ് ആൻഡ് സസ്റ്റൈൻഡ് ഇൻട്രാക്ഷനാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ പാങ്കോങ്ങിൽ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കയറുന്ന പരിപാടിയാണോ, അതോ ഒരു നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ടോ അവിടെ? അവിടെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഈ റിഹേഴ്സൽ കഴിഞ്ഞു, പാട്ടും അഭ്യാസവും കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഓവർ ആണല്ലേ. പിന്നെ നൈറ്റ് ലൈഫ് അവിടെ ഇല്ല. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് ഗവൺമെൻറ് യെസ്, ഞങ്ങൾ അണ്ടമാനം ഗ്രേസിംഗ് ലാൻഡിനാണ് കാശ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേസിംഗ് ലാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ടുമോറോ വി മസ്റ്റ് സെർട്ടൻലി സീ ദ ഗ്രേസിംഗ് ലാൻഡ് ഇൻ റിയൽ ഓപ്പറേഷൻ. പറഞ്ഞു ഞങ്ങൾ പോയി, വണ്ടി നിർത്തി, ഒരു ഞങ്ങൾ നടന്നു, കുറച്ച് പോയാൽ മതി. അപ്പോൾ എൻ്റെ കൂടെയാണ് നമ്മുടെ ബംഗ്ലാദേശുകാരൻ തയ്യബ്. പുള്ളി പറഞ്ഞു ഡോക്ടർ സാബ് ഞാൻ थक गया कोई बात नहीं तुम അടിമ बैठो. അപ്പോൾ സാഹിബ് പറഞ്ഞു ഐ വിൽ കം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പോവാണ്. അപ്പോൾ തയ്യബ് ബംഗ്ലാദേശി അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എനിക്ക് കോൾ ഓഫ് ദി നേച്ചർ ഉണ്ട്, ഞാൻ കാട്ടിലേക്ക് പോവാണ്. പുള്ളി ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ആയിട്ട് പോയി. ഞാനും സാഹിബ് കൂടെ പോയി. ഒരു മണിക്കൂർ നടന്നു, കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര കൊല്ലങ്ങനെ ഉണ്ട്? നിയർ ബൈ സർ. വീണ്ടും നടന്നു. ഞങ്ങൾ 3 മണിക്കൂർ നടന്നു. കൃഷിഭൂമി കാണാൻ. കൃഷിഭൂമി അത് ഈ പുല്ല് വളർന്ന ഗ്രേസിംഗ് ലാൻഡ് കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡയറക്ടറോട് ചോദിച്ചു, ബി ഓണസ്റ്റ്, യു ആർ നോട്ട് ഗോയിങ് ടു ബി പെർസിക്യൂട്ടഡ് ഓർ ഹാങ്ഡ്, ഇതുണ്ടോ സംഗതി? അപ്പോൾ അയാൾ പറഞ്ഞു സോറി വി ഡോണ്ട് ഹാവ് എനിത്തിങ് ഹിയർ. ഞങ്ങൾ ഗ്രേസിംഗ് ലാൻഡിന് ഞങ്ങൾ കാശ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മുഴുവൻ ഉണങ്ങിപ്പോയി. അതുകൊണ്ടാണ് കന്നുകാലികളും ചത്തുപോയത്, ആടും ഒക്കെ ചത്തുപോയത്. അതുകൊണ്ടില്ല. പക്ഷേ ഞങ്ങൾ വക മാറ്റി. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ട്രൗട്ട് മീൻ കൃഷിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള എക്സ്പോർട്ട് $1 കിട്ടുന്നുണ്ട്. വക മാറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ വക മാറ്റി അടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണോ, അതോ ശരിക്കും അത് വക മാറ്റി നമ്മുടെ ചിലവുണ്ട്. നമ്മുടെ അങ്ങനെയല്ലല്ലോ, പേപ്പറിൽ വക മാറ്റി സാറിൻ്റെ പോക്കറ്റിലേക്ക് പോയി, അത് വക മാറ്റി വക മാറ്റി സ്ഥലം മാറ്റി മാത്രമേ ഉള്ളൂ. എപ്പോഴും ഈ പറഞ്ഞ ഡെമോക്രേസിന്റെ വാള് പോലെ ഈ ഒരു കിങ് ജോങ് ഉല്ല് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എല്ലായിടത്തും? എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശത്ത് തോന്നില്ല. പക്ഷേ ഇത് ഈസ് ഓൾ വെൽ ഓർക്കസ്ട്രേറ്റഡ്. ഭംഗിയായിട്ട് അവർ എല്ലാം നേരത്തെ പോയി റിഹേഴ്സ് ചെയ്യും. ഒരാൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, അത് അങ്ങനെയല്ല പറയുന്നത്. ഇടയ്ക്കുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ സംസാരിക്കുന്നത്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ, ഇപ്പോഴുള്ള ആളുടെ മുത്തച്ഛൻ്റെ ഒരു വലിയ മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇത് വളരെ ആചാരപുരസരമായിട്ട് പ്രധാനപ്പെട്ട ആൾ തുറക്കണം. അപ്പോൾ ഞാൻ സായിപ്പിനോട് പറഞ്ഞു, തന്നെ കുറച്ച് തണ്ടും നടിയുള്ള ആൾ തുറക്കും. അപ്പോൾ സായിപ്പ് നോ 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 ഐ വോണ്ട് ടച്ച്, യു ബെറ്റർ ഡു ഇറ്റ്. അപ്പം ഞാൻ മറ്റേ പുള്ളിയോട് ചോദിച്ചു, തയ്യബ് ബംഗ്ലാദേശ് തനിക്ക് പറ്റുമെന്ന് ചോദിച്ചു. അല്ല അത് ഡോക്ടർ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പം ഞാൻ നോക്കാനെ പേടിക്കാൻ തുറന്നു, നേരം കണ്ടു. പക്ഷേ പറഞ്ഞു ഒന്നും തൊട്ടേക്കരുത്. വലിയ ഇമ്പ്രസീവാണ്. പക്ഷെ നമ്മൾ അമേരിക്കയിൽ കാണുന്ന പോലത്തെയുള്ള വാഷിംഗ്ടൺ DC പോലത്തെയുള്ള ഒന്നും അല്ല. പക്ഷെ അവരുടെ മറ്റും നോക്കുമ്പോഴത്തേക്കും വൺ ഓഫ് ദ ക്ലാസ് ലെവൽ മ്യൂസിയം. അപ്പൊ ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് മുത്തച്ഛന്റെ കാലം തൊട്ടേ തുടങ്ങിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതിന് മുമ്പുള്ളൊന്നും ഇല്ലല്ലോ. ഐ തിങ്ക് 48 ആണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അധികാരം വരുന്നത് 48 ആണ്. അങ്ങനെ ഒരു വലിയ മനുഷ്യനായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഹൗ ഡു യു നോ ദ ഗ്രേറ്റ് ലീഡർ, ദ മോസ്റ്റ് റിവേർഡ് ലീഡർ? അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നിങ്ങളുടെ ഈ നാഷണൽ ഡേ ഉണ്ടല്ലോ, ഞങ്ങൾ കേരളത്തിലെ മലയാളം പത്രങ്ങളിലെല്ലാം തന്നെ ഒരു 4-5 പേജുകൾ ഇങ്ങനെ സപ്ലിമെന്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളെ പറ്റി പറഞ്ഞത് തന്നെ. പക്ഷെ നിങ്ങൾ ധീരരായ ആൾക്കാരാണ്. അമേരിക്കയുടെ നിങ്ങൾ പിടിച്ചു നിന്നു. അത് അവർക്ക് ഇങ്ങനെ ഇത് പറയുമ്പോഴത്തേക്കും അറിയാതെ ഒരു ഇത് രോമാഞ്ചം ഉണ്ടാവും. അമേരിക്കയോട് പിടിച്ചു
പിടിച്ചു നിന്ന ആൾക്കാർ. ഏറ്റവും തമാശ അതല്ല, ഒരു വലിയ വലിയ തമാശ അത്. ഞങ്ങൾ പോരുന്നതിന് മുമ്പ് എൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഈ ഗ്രേസിംഗ് ലാൻഡ് ഇല്ല, $30 million ആണ്. അവരുടെ ഭാഗത്ത് പ്രഷറൊന്നും ഇല്ലല്ലോ, നല്ല അനുകൂല റിപ്പോർട്ട് കൊടുക്കണമെന്നുള്ള പ്രഷറൊന്നും. പറയാം. അപ്പോൾ ഇവർ നമുക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവർ ഹോട്ടലിലേക്ക് വന്നിട്ട് അവർക്ക് ഞങ്ങൾ തന്നെ UN നിന്ന് കാശ് മുടക്കിയ ജീപ്പുണ്ട്, വണ്ടികളുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് കാണണം. ദാറ്റ്സ് ഓൾ ഇൻ ദി ഓഫീസ്. വി കം ടു ദി ടോക്ക് റൂം. എല്ലാ ഹോട്ടലിലും മേലെ ഒരു ഫ്ലോറിൽ ഒരു മുറി ഉണ്ടാവും, ഒരു കോൺഫറൻസ് ഹോൾ വരെ. പിന്നെ ടോക്ക് റൂം എന്ന് എഴുതിയിരിക്കുന്നത്, ടോക്ക് റൂം. അവർ വരും, സംസാരിക്കും. അപ്പോൾ നമ്മൾ ഡീബ്രീഫിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയോ, അവരും അവിടെ ഒരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ട്, അയാളും അപാരം മിടുക്കനാണ്, അവിടുത്തുകാരനാണ്, പക്ഷെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അയാൾ നേരത്തെ ഈ FAO അവരുടെ കൺട്രി റെപ്രസെൻറ്റേറ്റീവായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഡിപ്ലോമാറ്റിക് വില്ലേജ് ഉണ്ട്. ഡിപ്ലോമാറ്റിക് വില്ലേജ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് എല്ലാ എംബസികളൊക്കെ ഉള്ളത്. അവിടെ നല്ല ഒന്നാം തരം, യു നെയിം ഇറ്റ് ബൈജു, ഇറ്റാലിയൻ, ചൈനീസ്, കോണ്ടിനെൻ്റൽ, എന്ത് ശാപ്പാട് വേണമെങ്കിലും കിട്ടും. അപ്പോൾ ഞങ്ങളെ വിളിച്ച്, ഞങ്ങൾ 3 പേരുണ്ട്, ഗംഭീരമായ 7 course ഡിന്നറാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാനാണ് ഈ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആളെന്നുള്ളത്. അയാൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ജോർജ്, ഐ ഹാവ് സ്മോൾ റിക്വസ്റ്റ് യു. ഞാൻ പറഞ്ഞു, യെസ് ടെൽ മീ പ്ലീസ്. ഞങ്ങളെ ശിക്ഷിക്കരുത്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലെമൻസി തരണം. ഞാൻ പറഞ്ഞു, ലെറ്റ് സീ. ഞാൻ പറഞ്ഞു, ഹൗ ഡിഡ് യു ഡൈവേർട്ട് ദ ഫണ്ട്സ്, എങ്ങോട്ടത് പോയത്? പുള്ളി പറഞ്ഞു, ഞങ്ങൾ ട്രൗട്ട് ഫാം കണ്ടായിരുന്നു, ഞങ്ങൾ ചിക്കൻ ഫാം കണ്ടിരുന്നു, വളരെ ഇമ്പ്രസീവാണ് നിങ്ങൾ ട്രൗട്ട് ഫാം, ചിക്കൻ ഫാം ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഇത് ട്രൗട്ടിലേക്ക് എന്തോരം പോയിട്ടുണ്ട്, എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായിരുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബ്രൈബ് എല്ലാം ഉണ്ട്? ഇല്ല, ലീക്കേജ് ഒന്നുമില്ല. ബ്രൈബ് ഉണ്ടെങ്കിൽ അവൻ വ്യത്യാസം ഉണ്ടാവില്ല. ഈ നായെ കൊല്ലുന്ന പോലെ തന്നെ അവനെ തീർത്തിരിക്കും ഞങ്ങൾ. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞങ്ങൾ സംഗതിയൊക്കെ തുടങ്ങി. ഭക്ഷണമാണ് 7 course. ആദ്യം നല്ല ഒന്നാന്തരം വെള്ളം ഇരിപ്പുണ്ട്. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്ത്, ദാഹം ഉണ്ടായിരുന്നു, AC, ഞാൻ ഗൾപ്പ് ചെയ്തു. എൻ്റെ ബൈജു, ദാറ്റ് വാസ് റേഷൻ ഓട്ക. എൻ്റെ തൊണ്ണവലെ ഇത് എല്ലാം വെന്തു. എൻ്റെ ഇവിടുത്തെ ഇതിൻ്റെ അകത്തുള്ള മ്യൂക്കസ് ഉണ്ടല്ലോ, മെമ്പറൈൻ, ഇതെല്ലാം പോയി. എനിക്ക് മനസ്സിലായി പ്രശ്നമായി എന്നുള്ളത്. പിന്നെ എനിവേ വി എൻഡ് ഓൺ ഈറ്റിംഗ് ദ ബെസ്റ്റ്. I don't think I have ever tasted such a delicious Italian cuisine. അത്ര മനോഹരമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയിലൊക്കെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ടിരുന്നോ? ഇല്ല, നമ്മളെ ഒന്നും അവർ കൊണ്ടുപോയില്ലോ. ഇല്ല. നോ എംബസീസ് ക്യാൻ കം ഇൻ, നോ ഇൻഫ്ലുവൻസസ് ആർ ടു ബി ബ്രോട്ട് ഇൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പറഞ്ഞു, ഹൗ ആർ യു ഗോയിങ് ടു ബെയിൽ അസ് ഔട്ട്? ഫോറിൻ സെക്രട്ടറി ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി, ദെർ ഇസ് എ വേ ഔട്ട് പ്രൊവൈഡഡ് യു സ്റ്റാൻഡ് ബൈ യുവർ പ്രോമിസ്. ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴത്തെ ഈ 30 ലക്ഷം ഉണ്ടല്ലോ, 30 million, അത് ഞങ്ങൾ ഇത് കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്യാൻ പോകണം, റീഷെഡ്യൂൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ മട്ടിലേക്കുള്ള ഐ ക്യാൻ ഗിവ് യു എ കൈൻഡ് ഓഫ് സ്പെഷ്യൽ സൈ ഓഫ് റിലീഫ്. ചെയ്യാൻ പറ്റുമോ? യെസ്, തീർച്ചയായിട്ടും. ഈ ഡിപ്ലോമാറ്റിക് വില്ലേജിലെ ഈ വലിയ അത്താഴത്തിൻ്റെ ഇത് രഹസ്യം ആയിരുന്നു. പിന്നെ ഞങ്ങൾക്കെതിരായിട്ടൊന്നും എഴുതരുത്. അത് കഴിഞ്ഞു. ഞാൻ ഹോട്ടലിൽ വന്നു. അപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇത് മുഴുവൻ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ എനിക്ക് എൻ്റെ ദിവാക്ഷിയോട് പറഞ്ഞു, പോകുമ്പോൾ നിങ്ങളുടെ ഒരു കറൻസി എനിക്ക് വേണം, നമ്മുടെ നോട്ടിന് തുല്യമായിട്ടില്ല. അത് തരാമെന്ന് പറഞ്ഞു. തരും ചെയ്തിട്ടു. അത് തന്നെ എവിടെ നിന്നറിയോ? എയർപോർട്ടിലെ തരുള്ളൂ എന്ന് പറഞ്ഞു. അവൻ എയർപോർട്ടിൽ വെച്ച് എനിക്ക് തന്നു. ഞാൻ വന്നു. ചൈനയിൽ അല്ല, ഐ ഡിഡ്ന്റ് സ്റ്റേ ഇൻ ചൈന, സ്ട്രേറ്റ് ടു തായ്ലൻഡ്. തായ്ലൻഡിൽ ഒരു 5 star ഹോട്ടലിൽ താമസിച്ചു. അപ്പോൾ എനിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. മുഴുവൻ വെന്തുപോയി. അത് കഴിഞ്ഞ് ഐ കെയിം ടു ഡൽഹി, ആൻഡ് ഫ്രം ഡൽഹി ഐ കെയിം സ്ട്രേറ്റ് ടു കോലഞ്ചേരി മെഡിക്കൽ കോളേജ്. അപ്പോൾ എൻ്റെ പരിചയമുള്ള ഡോക്ടറെ കണ്ടു, ചീഫ് ഇങ്ങനെ കണ്ടു. ഇങ്ങനെ പറഞ്ഞു, വാട്ട് ഹസ് ഹാപ്പൻഡ്? ഞാൻ പറഞ്ഞു, ദിസ് ഹസ് ഹാപ്പൻഡ്. പുള്ളി പറഞ്ഞു, മൈ ഗോഡ്, ബ്ലാൻഡ് ഫുഡ് മാത്രം കഴിക്കുക. പിന്നെ ഈവൻ ഇഫ് യു ആർ ദ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, I don't believe you because you are in China.
ഞാൻ പറഞ്ഞു യു ക്യാൻ ട്രസ്റ്റ് മീ, യു വാണ്ട് എലീസ ട്രസ്റ്റ്, നോ പ്രോബ്ലം. ഏതായാലും അങ്ങനെ ഒരു വലിയ മനോഹരമായ അനുഭവമായിരുന്നു അത്. അപ്പൊ അവിടെ ഈ എന്താണ് അവസാനം തിരിച്ചു പോകുന്ന കഴിയുമ്പോൾ ഡോക്ടറുടെ ചോദിക്കുകയാണ്, നോർത്ത് കൊറിയയിലെ ആൾക്കാർ ഹാപ്പിയാണോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അയൺ ഒരു ഇതിന്റെ ഉള്ളിലാണ് കഴിയുന്ന ആൾക്കാരാണല്ലോ, ശരിക്കും അവർ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ എന്താ അനുഭവപ്പെട്ടത് അവരുടെ ഒരു ജീവിതത്തെ പറ്റി? അത് ഞാനൊരു ഒരു ഉപമ പറയാം. ഒരു വലിയ പൊട്ടക്കുളത്തിൽ ഒരു തവളയുണ്ട്. ബാക്കിലോ ഒന്നും കണ്ടിട്ടില്ല. ആ തവള വലിയ ഹാപ്പിയാണ് അതിനകത്ത്. പക്ഷെങ്കിൽ ബാഹ്യ ലോകത്തെ പറ്റി അവർക്ക് ഇൻ്റർനെറ്റ് ഇല്ല, അന്നില്ല. ഒന്നുമില്ല. ഇല്ല, ഒന്ന്. രണ്ടാമത് ഈ വെളിയിലേക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർ വഴി നമുക്ക് ട്രങ്ക് കോൾ, പണ്ട് കാലത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നില്ലേ, ട്രങ്ക് കോൾ ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. അതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, എന്താണ് സംസാരിക്കുന്നത്. പിന്നെ TV, CNN, BBC അതൊക്കെ സ്വപ്നം കാണാം, മറ്റൊന്നും കാണാൻ പറ്റില്ല. ബാഹ്യ ലോകവുമായിട്ട് അബ്സല്യൂട്ട്ലി യു ആർ കട്ട് ഓഫ്. ന്യൂസ് പേപ്പർ, അവിടുത്തെ ന്യൂസ് പേപ്പർ ഉണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, വേറെ സംഗതിയുള്ളൂ. പക്ഷേ ഇത് ഓൾ സെഡ് ആൻഡ് ഡൺ, ഇറ്റ്സ് എ വെരി വെരി ഇംപ്രസീവ് കൺട്രി. People are genuine, transparently genuine, honest people. ശരിയാണ്. ഈ പറഞ്ഞ മറ്റ് ലോകമൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവർ വളരെ പ്യുവർ ഹാർട്ടഡ് ആണ് ശരിക്കും, അല്ലേ? 100%. മറ്റേ ഈ വൃത്തി അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്ലീൻലിനെസ് അത് നമ്മൾ ഹോട്ടലിൽ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ചെറിയ വലിയ വീടുകളിൽ പോകുന്നുണ്ടല്ലോ, ആ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ ഒരു ഹോം സ്റ്റേ ഉള്ളൂ. പണ്ട് കാലത്ത് ഇവർക്കൊന്നും ആ ചെറിയ ഒരു കമ്മ്യൂൺ പോലത്തെ സ്ഥലമേ ഉള്ളൂ. അവിടെയുള്ള വീടുകളിലൊക്കെ അവർ വൃത്തിയായിട്ട് താമസിക്കുന്നത്. അതിൻ്റെ ചുറ്റും പരിസരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അകത്തേക്ക് പോകുന്നില്ല, അതിൻ്റെ ഉമ്മർത്തും മുറ്റത്തും ഇറയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പം കാണുന്നില്ല. പക്ഷേ എല്ലാം തന്നെ ആസ്ബസ്റ്റോസ് ആണ്. അതൊക്കെയാണല്ലോ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നോർത്ത് കൊറിയയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഈ കോവിഡിന് മുമ്പ് അവിടെ പോയൊരു സായിപ്പിന്റെ വീഡിയോ ആണ്. അപ്പം അദ്ദേഹം ട്രെയിനിലാണ് പോയത്, ചൈനയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട്. അപ്പോൾ കക്ഷി ഇങ്ങനെ ക്യാമറ പിടിച്ച് ട്രെയിനിന്റെ സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ 2.5 hours ജേർണിയാണ് ഫ്രം ചൈനീസ് ബോർഡർ ടു ദി പാങ്യോങ്. കക്ഷി അതിൻ്റെ ഇടയ്ക്ക് ഓന്ന് പറഞ്ഞ് ചാടി ബഹളം ഉണ്ടാക്കിയിട്ട് പറയാണ്, ആദ്യമായിട്ട് ഒരു കാറ് കണ്ടിരിക്കുന്നു, 2.5 മണിക്കൂറിനിടയ്ക്ക് ഒരു കാർ, ബാക്കി എല്ലാം സൈക്കിളാണ് കണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഈ കാറിന്റെ ഒക്കെ അവസ്ഥ? സാർ ശ്രദ്ധിച്ചോ അത്, അത്തരം കാര്യങ്ങൾ? ഒത്തിരി കാറൊക്കെ ഉണ്ടോ അവിടെ? ബൈജുവിന്റെ ഒരു പ്രേമമാണ് അറിയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് വെഹിക്കിൾ അല്ലാതെ പ്രൈവറ്റ് ആരുടെ ഒരു കാർ ഞാൻ കണ്ടിട്ടില്ല. പ്രൈവറ്റ് സർക്കാരിന്റെ വാഹനങ്ങൾക്കുണ്ട്. ഹോട്ടലുകൾക്കാണെങ്കിൽ തന്നെയും അവരുടെ ഇതുള്ളൂ. നമ്മളിവിടുത്തെ പോലെ ഐ ഓൺ എ കാർ ഓർ യു ഓൺ എ കാർ, നോ, ഇല്ല. വല്ലാത്തൊരു ജീവിതമാണല്ലേ. പിന്നെ അവരുടെ കൃഷിയുണ്ടല്ലോ, അവിടെ ഏറ്റവും വലിയ 2 ശാപങ്ങളുള്ളത്. ഒന്ന്, അവരുടെ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഈസ് വെരി പുവർ. കാരണം സിവിയർ ഡ്രൗട്ട് ഉണ്ട്, മൺസൂൺ ഉണ്ടെങ്കിൽ തന്നെ ചില സമയത്തേ ഉള്ളൂ. രണ്ടാമത്തത്, അവരുടെ ടെക്നോളജി ഒബ്സിലീറ്റാണ്. അഗ്രികൾച്ചർ ടെക്നോളജി ഉണ്ടല്ലോ, ട്രാക്ടേഴ്സ് ഇല്ല. ഇല്ല. പിന്നെ അവർ ഒരുവിധം കൈൻഡ് ഓഫ് പവർ ടില്ലേഴ്സ് ഉണ്ട്, ഒരു വിധത്തിലുള്ളത്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഈ ഒബ്സിലീറ്റായിട്ടുള്ള ആൻറ്റി ഡെലൂവിയൻ ടെക്നോളജി ഉള്ളൂ. പിന്നെ ഈ കൃത്യമായിട്ടുള്ള ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അഗ്രികൾച്ചറിൽ ഇല്ല. പിന്നെ ഇൻഡസ്ട്രിയെ പറ്റി പറയാനില്ല, കാര്യം ഇൻഡസ്ട്രി ഒന്നും അതുകൊണ്ട് പൊള്യൂഷനും ഇല്ല കേട്ടോ. നിങ്ങളിപ്പം അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കൊണ്ട് കാണിക്കുമായിരുന്നു, അതിപ്പോൾ എനിക്കൊരു ഫാക്ടറി കാണണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുമായിരുന്നോ? അതെ, നിങ്ങൾ നാട്ടിൽ പോയിട്ട് കണ്ടാൽ മതി. നാട്ടിൽ പോയി അതെ, നിങ്ങൾ ഇന്ത്യയിൽ പോയിട്ട് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഇവിടെയുള്ളതൊക്കെ ഞങ്ങളെ പ്രത്യേകമായുള്ള പെർമിഷനൊക്കെ വേണം. പക്ഷേ അവരുടെ പോൾട്രി ഫാം നമ്മുടെ കാശോടാണ്, ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, കാണിക്കുകയും ചെയ്യും. പിന്നെ വാർ മെമ്മോറിയൽ ഓർമ്മയുണ്ട്, അവിടെ നമുക്ക് ഇപ്പോൾ കാണാം. പക്ഷെ അവർ എൻകറേജ് ചെയ്യില്ല. അതായത് ദേശവിരുദ്ധമെന്ന് തോന്നാവുന്ന ഒന്നും അവരാരെയും നമ്മളെ കാണിക്കില്ല. പക്ഷെ ഓൾ സെഡ് ആൻഡ് ഡൺ മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇവർ ഇപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ നേരത്തെ കടയടച്ച് പോകുന്നു, ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. TV ആണെങ്കിൽ ആകപ്പാടെ ഈ മറ്റേ ജനനായകന്മാരുടെ മുഖം മാത്രം കാണുന്ന TV. പിന്നെ എന്താണ് ഇവരുടെ എൻ്റർടൈൻമെൻ്റ് ഉള്ളത് അവിടെ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടോ? ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഞങ്ങൾ കണ്ടിട്ടില്ല ആ സമയത്ത്. പിന്നീട് ഒരു പക്ഷേ കോവിഡ് അനന്തര സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ടൂറിസത്തിൽ നിന്ന് വലിയ റവന്യൂ പ്രതീക്ഷിക്കുന്നില്ല. അവർ ചൈന എന്ത് പറയുന്നു, അതിനപ്പുറമായിട്ട് റഷ്യ എന്ത് പറയുന്നു, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നോക്കുക എന്നുള്ളത്. അവരുടെ മോഡൽ അതാണ്, റോൾ മോഡൽ അതാണ്. എങ്കിലും ഈ മറ്റേ നല്ല ഭംഗിയുള്ള പ്രകൃതി ഇല്ലേ അവിടെ? ഉണ്ട്. ഇല്ലേ? അത്ര സ്ഥലങ്ങളൊക്കെ പോയിരുന്നോ? ഇല്ല. ഈ ഞങ്ങൾക്ക്
കൃത്യമായിട്ടുള്ള 6 ആഴ്ച കൊണ്ടുള്ള ചെയ്യേണ്ട പണിയുണ്ടല്ലോ, ഓ അത് മാത്രം ചെയ്യുക. ഓ പക്ഷേ നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, ജോഗിങ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും യാതൊരു സെക്യൂരിറ്റി പ്രോബ്ലം ഇല്ല. ആ ഇനോ ആരും നമ്മളെ മഗ് ചെയ്യുമെന്നോ പോക്കറ്റ് പിടിച്ചുകൊണ്ട് പോകുമെന്നോ കഴുത്തടക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫോറിനറാണെന്ന് വിചാരിച്ചത് അവർ പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോൾ ആദ്യമൊക്കെ നോക്കി നിൽക്കും. പക്ഷേ ഒരു സായിപ്പ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ അറ്റൻഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരി. അല്ലാണ്ട് നമ്മുടെ സ്കിന്നും അവരുടെ സ്കിന്നുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അവരുടെ ഫീച്ചേഴ്സ് ഒരു മംഗോൾ ഫീച്ചേഴ്സ് അവർക്കുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇപ്പം ഇവർ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പുള്ളൊരു സമയമുണ്ടല്ലോ, നമുക്ക് ജോഗിങ്ങിനൊക്കെ പോകുന്നത്, ആ സമയത്ത് നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ടോ? പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം, പക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെ സന്തോഷം എന്നറിയോ, ഏതായാലും ഇലക്ട്രോണിക് മീഡിയ ഒന്നും നമ്മുടെ കയ്യിലില്ല. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിൽ വെച്ചിട്ടേ പോകാവുള്ളൂ. ഓ അങ്ങനെ ഉണ്ട്. ക്യാമറ കയ്യിലെടുക്കാവോ? ഇല്ല, അത് പാടില്ല. ഇല്ല. ആരോടും സംസാരിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, സംസാരിച്ച ആർക്കും മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് അവർ അങ്ങനെ നിബന്ധനകളൊന്നുമില്ല. പക്ഷേ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ദ്വിഭാഷി കൂടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചതാണ് നേരത്തെ, ഇപ്പം ഇയാൾ പറയുന്നതിന്റെ ട്രാൻസ്ലേഷൻ തന്നെയാണോ ദ്വിഭാഷി പറഞ്ഞല്ലോ നമുക്കറിയില്ല. അവർ പറയുന്നത് ചക്കെന്നായിരിക്കും, അതും പറയുന്നത് കൊക്കെന്നായിരിക്കും.